ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഭഗവത്ഗീത ജ്ഞാനയജ്ഞം 3-ാം അധ്യായം കർമ്മയോഗത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഭഗവാൻ അർജുനൻ്റെ ചോദ്യത്തിന് അർജുനൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങീ നമ്മുടെ പരമനെ പോലെ ആവരുത്. പരമൻ പത്തനാപുരത്തിൻ്റെ കഥ അങ്ങനെയും ഒരു ഓലപ്പുര എന്ന് പറഞ്ഞ പോലെ അങ്ങ് ഇങ്ങനെ കഥ പറയാതെ എന്നോട് ഇതിൻ്റെ കാര്യം പറഞ്ഞു തരണം. അർജുനൻ കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞു. എന്താണ് അർജുനൻ്റെ ആദ്യത്തെ ചോദ്യം? ജ്യായസി ചേത് കർമ്മണസ്തേ മദാബുദ്ധിർ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ജ്ഞാനം കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അങ്ങേക്ക് അഭിപ്രായം ഉണ്ട് എങ്കിൽ എന്തിനാണ് അങ്ങ് എന്നെക്കൊണ്ട് ഈ കൊടിയ പാപമായ യുദ്ധം എന്ന കർമ്മം എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത്? എന്തിനാണ്? ഇതാണ് അർജുനൻ്റെ ആദ്യത്തെ പറച്ചിൽ. അപ്പം അർജുനൻ മനസ്സിലാക്കിയത് ജ്ഞാനം എന്ന് പറയുന്നത് കർമ്മം ചെയ്യാതെ ഇരിക്കലാണ്, ഒരു കർമ്മവും ചെയ്യാതെ. അപ്പോൾ അതൊരു എന്തിനാ എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്നുള്ള ചോദ്യം അതിൽ നിന്നുണ്ടായതാണ്. രണ്ടാമത്തത്, അങ്ങ് ഈ പറയുന്ന കാര്യം ഇനി ഞാൻ തെറ്റാക്കി മനസ്സിലാക്കിയാണെങ്കിലും അങ്ങ് ഈ എനിക്ക് ഉപദേശിക്കുന്നത് മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്താണ്, ഒരഴകുഴമ്പൻ ഉപദേശമാണ്. അപ്പോൾ ഈ അഴകുഴമ്പൻ എന്നുള്ളതിൻ്റെ സംസ്കൃതമാണ് വ്യാമിശ്രേണ ഇവ, കുഴഞ്ഞുമറിഞ്ഞ എന്ന്. അഴകുഴമ്പൻ തന്നെ. വ്യാമിശ്രേണൈവ വാക്യേന ബുദ്ധിം മോഹയസി, ഇതെൻ്റെ ബുദ്ധിയെ തന്നെ മോഹിപ്പിച്ചിരിക്കുക. കാരണം ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരവസ്ഥയിലാണ്. ഈ ഒരു സിനിമയിലുണ്ട്, പപ്പു കുട്ടികളെ നേരെയാക്കാൻ വരുന്നുണ്ട്, മഹാവികൃതികൾ. ഇവന്മാരെ നേരെയാക്കാൻ മൂപ്പരുടെ അടുത്ത് പല വിദ്യയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ പിള്ളേരുടെ ഈ എന്താ പറയുക, ഇതൊക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ വെട്ടിപ്പൊളിയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പല കാര്യത്തിലും പപ്പുവിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഉള്ളത് ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആകെ കൂടെ ഇങ്ങനെ ഇതായിരിക്കുന്ന അവസ്ഥയാണ്. അതാണ് അർജുനൻ പറയുന്നത്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ. ഇതെല്ലാം കൂടെ കേട്ടിട്ട് എൻ്റെ ബുദ്ധി മോഹിച്ചതുപോലെ, ബുദ്ധിം മോഹയസീവ. അതുകൊണ്ട് തദേകം വധ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം. ഏന യാതൊന്നുകൊണ്ട് എനിക്ക് ശ്രേയസ് കൈവരുമോ? കാരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഞാനൊരു ധർമ്മസമ്മൂഢ ചേതനാണ്. ആ ധർമ്മസമ്മൂഢ ചേതനായിട്ടുള്ള കാർപ്പണ്യദോഷോ പഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢ ചേതാ യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം. യാതൊന്ന് ശ്രേയസ് എനിക്കുണ്ടാകുമോ അതെനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് മുമ്പേ. ഇപ്പം അർജുനൻ അത് കുറച്ചുകൂടെ വ്യക്തമാക്കുക. യശ്രേയത് തത് ഏകം വധ. എങ്ങനെ വധ? നിശ്ചിത്യവധ, നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തന്നാലും. ഭഗവാൻ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് അങ്ങനെ എന്താണ് പറയാം. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അർജുന, ശ്രീ ഭഗവാനുവാച, ഭഗവാൻ മറുപടി പറഞ്ഞു, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അർജുന,
ഹേ അനഘ, നല്ല സംബോധനയാണ്. പാപം തീണ്ടാത്തവനെ, നീ അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് പ്രശ്നമൊന്നും ഇല്ലടോ. ഗീത പാപിന്നൊന്നും വിളിക്കില്ല, അങ്ങനെ ഒരു വിളിയേ ഇല്ല. അതുകൊണ്ട് പാപം തീണ്ടാത്തവനെ അനഘ. അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ മയ, എന്നാൽ പുരാപ്രോക്ത, പണ്ടേ പറയപ്പെട്ടിട്ടുണ്ട്. എന്ത്? 2 മാർഗങ്ങൾ. എന്നാൽ 2 ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാപ്രോക്ത മയാനക. ഈ അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ എന്നാൽ നിനക്ക് മുമ്പ് തന്നെ, നീയൊക്കെ ഈ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അർജുന 2 മാർഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുരാപ്രോക്ത മയാനക. ജ്ഞാനയോഗേന സാഖ്യാന, സാഖ്യന്മാർക്ക് ജ്ഞാനയോഗം, കർമ്മയോഗേന യോഗിന, കർമ്മയോഗികൾക്ക് കർമ്മമാർഗം. ഇതിപ്പോൾ അർജുനൻ ഇതിനെ 2ആയിട്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഭഗവാന് തോന്നി ഇവനെ അങ്ങനെ തന്നെ പഠിപ്പിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. വേണമെങ്കിൽ ഭഗവാന് പറയാം, കൃഷ്ണന് പറയാം, അങ്ങനെ 2ഒന്നുമില്ല, അല്ലെങ്കിൽ നീ എന്താണോ കേട്ടത് അതിനെതാ കേൾക്കൂ എന്ന് പറയാം. അതല്ല, എവിടെ നിൽക്കുന്നു ഒരാൾ അവിടെ നിന്ന് പതുക്കെ മുളയ്ക്ക് കൊണ്ടുപോവുക. ഇതാണ് ഇതിൻ്റെ രീതി. നമ്മുടെ പ്രശസ്തനായ സയൻറ്റിസ്റ്റ് സ്വാമിജി പറയാറുണ്ട്, ഞങ്ങളെ ആശ്രമത്തിൽ പഠിപ്പിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട് ഈ സി.വി. രാമനെക്കുറിച്ച്. അദ്ദേഹം സയൻറ്റിസ്റ്റാണല്ലോ. വിശ്രുത ശാസ്ത്രകാരനായിട്ടുള്ള സി.വി. രാമൻ, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകള് ഈ പുറത്തിങ്ങനെ മഴ പെയ്യുമ്പോൾ അവളിങ്ങനെ മഴ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ മഴ പെയ്യുന്നത് എവിടെ നിന്നാണ് ഈ മഴ പെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ ചിന്തകളൊക്കെ. വിത്ത് ഈ വകുപ്പായതുകൊണ്ട് കുറച്ചുകൂടെ തീക്ഷ്ണമായിരിക്കും ബുദ്ധി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂപ്പര് കയറി വരുന്നത്. അപ്പോൾ ഇതിനോട് വലിയ സ്നേഹത്തോടു കൂടി അതിനെ എടുത്തു. ഹായ്, എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് ചോദിച്ചു, അതെ, ഈ മഴ പെയ്യുന്നത് എങ്ങനെയാണ്? മൂപ്പരാണെങ്കിൽ വലിയൊരു ലെക്ചറൊക്കെ കഴിഞ്ഞ് വരിക, സയൻസ് സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്ത് വരിക. അപ്പോൾ മൂപ്പരൊരു സയൻസ് സെമിനാറിൽ മഴ എങ്ങനെയാണ് പെയ്യുന്നത് എന്നതിൻ്റെ ക്ലാസ് കൊടുത്തു. എങ്ങനെയാണോ അന്തരീക്ഷത്തിലെ ജലകണങ്ങൾ വിഘടിക്കുന്നതും സൂര്യൻ്റെ താപവും, അത്ര ഡിഗ്രി താപം, അത് വിഘടിച്ച് വായു അതിനെ എടുത്തു കൊണ്ടുപോയി മേഘങ്ങളായി തണുത്തുറഞ്ഞ്, അങ്ങനെ മൂപ്പര് വാചാലനായി. അപ്പോൾ അപ്പുറത്ത് അമ്മയാർ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട്. അപ്പോൾ ഈ കുട്ടി ഇതെല്ലാം മൂപ്പര് പറഞ്ഞു കഴിഞ്ഞിട്ട് മനസ്സിലായോ എന്നിടത്ത് എത്തിയപ്പോൾ കുട്ടി ചോദിച്ചു, കുട്ടി പറഞ്ഞു, ഞാൻ അതല്ല ചോദിച്ചത്, മഴ പെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അമ്മയാർ കുട്ടിയെ എടുത്തിട്ട് പറഞ്ഞു, ആ മഴ പെയ്യുന്നതോ കുട്ടാ? ആ മഴ പെയ്യുന്നു. നമ്മൾ അമ്പലത്തിൽ പോയിട്ടില്ലേ? ആനയെ കണ്ടിട്ടുള്ളൂ മോള്? അതെ. ആന അവിടെ നിന്ന് കണ്ടിട്ടില്ലേ? ആനയെ കുളിപ്പിക്കുമ്പോൾ ആന ഇങ്ങനെ തുമ്പിക്കൈയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചീറ്റുന്നത്. അങ്ങനെ കുറേ ആനകൾ ആകാശത്തിൻ്റെ മുകളിലുണ്ട്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. അതിങ്ങനെ ചീറ്റുന്നതാണ്. എന്തായി? അതിന് മനസ്സിലായി. അത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെയാണോ? വലുതായാലും ഇങ്ങനെ തന്നെയാണോ അത് മഴയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? ഒരിക്കലും അല്ല.
അപ്പോൾ ഭഗവാന്റെ രീതി അതാണ്. അപ്പം അർജുനന് ആന ചീറ്റുന്ന മഴയാക്കി വേണം പറയാനിപ്പോൾ. ഭഗവാൻ അതിന് റെഡിയാവുക. എന്നിട്ട് ഭഗവാൻ പറയുന്നു, അർജുന, അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ എന്നാൽ മയ പുരാപ്രോക്ത, പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ദ്വിവിധാനിഷ്ഠ, രണ്ട് നിഷ്ഠകൾ, ജ്ഞാനയോഗേന സാങ്ക്യാന, നേരത്തെ പറഞ്ഞു തന്ന സാങ്ക്യ ദർശനം. അതെന്താ? ജ്ഞാനയോഗികൾക്കുള്ളതാ. അവരെങ്ങനെയുള്ളവരാണ്? എന്താണ് ഈ ജ്ഞാനയോഗം? അവരുടെ കർമ്മങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ല. അവരുടേതായിട്ടുള്ള ചില കർമ്മങ്ങളൊക്കെ ചെയ്യും, അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു, അല്ലാത്ത വ്യവഹാരങ്ങളിലേക്ക് പോവാറില്ല. രാമകൃഷ്ണദേവനും വിവേകാനന്ദ സ്വാമികളും. രാമകൃഷ്ണദേവനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ജ്ഞാനയോഗത്തിൽ. വിവേകാനന്ദ സ്വാമികളോ കർമ്മയോഗത്തിൽ. ഇത് രണ്ടും രണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ലേ. ഇപ്പം തൽക്കാലം നമുക്കിങ്ങനെ വേണമെങ്കിൽ പരിചയപ്പെടാം. ചിന്മയാനന്ദ സ്വാമികളും തപോവന സ്വാമികളും. തപോവൻ സ്വാമികൾ താഴെ നിന്ന് മുകളിൽ നിന്ന് ഹിമാലയത്തിൽ നിന്ന് താഴെ ഇറങ്ങി പ്രഭാഷണങ്ങളൊന്നും നടത്താറില്ല. പക്ഷെ അവിടെ ഇരുന്ന് പ്രഭാഷണമൊന്നും നടത്താത്ത അദ്ദേഹം അവിടെ ഇരുന്ന് ഈ ലോകം മുഴുവൻ ഓടി നടന്ന് പ്രഭാഷണം നടത്തുന്ന ഒരാളെ സൃഷ്ടിച്ചിട്ടുണ്ട്, ചിന്മയാനന്ദ സ്വാമികൾ. അപ്പം ജ്ഞാനമാർഗം എന്ന് പറയുമ്പം ലളിതമായി പറഞ്ഞാൽ, ഇവിടെ അർജുനനോട് ഭഗവാൻ പറയുന്ന കോണ്ടസ്റ്റ്, ഈ സത്യത്തെ അവനവനിൽ സാക്ഷാത്കരിച്ച് അതിൽ രമിച്ച് ആ ആത്മരതി അനുഭവിച്ച് ആത്മതുഷ്ടനായി സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം പറഞ്ഞ ആ ഭാവത്തിൽ നിലകൊള്ളുന്ന ആളുകൾ. രമണ മഹർഷിയൊക്കെ അങ്ങനെയാണ്. രാമകൃഷ്ണദേവൻ, രമണ മഹർഷി, ഇവരൊക്കെ അങ്ങനെയാണ്. എന്നാൽ മഹാത്മജി അങ്ങനെയല്ല. അതാണ് ഈ മഹാത്മജി രമണ മഹർഷിയെ കാണാൻ വല്ലാതെ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയതിനെക്കുറിച്ച് അരുൺ ഷൂറി ഒരു പുസ്തകം എഴുതിയത് പറയുന്നുണ്ട്. ഗാന്ധിജി രമണ മഹർഷിയെ കാണുന്നതിൽ നിന്ന് മാറ്റിയത്, വളരെ തന്ത്രപൂർവ്വം മാറ്റിയത് സി രാജഗോപാലാചാരിയാണെന്ന് പറയും. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാഞ്ചി വിജയേന്ദ്ര സരസ്വതി പെരിയവരെ ഇതേപോലെ ഗാന്ധിജി സന്ദർശിക്കുമ്പോൾ കാഞ്ചി പെരിയവർ ജ്ഞാനിയാണ്, അതേസമയം ലാളിത്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം തൊഴുത്തിലൊക്കെയാണ് മൂപ്പര് കൂടുതൽ സമയം ഉണ്ടാവുക, തൊഴുത്തിൽ താമസിക്കുകയും ചെയ്യും. ഈ മഹാത്മജിയായിട്ട് ചർച്ച തൊഴുത്തിൽ നടക്കുന്നുണ്ട്, തൊഴുത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഗാന്ധിജി ഇതിൽ നിന്ന്, ഈ കർമ്മമാർഗം, ഈ പറഞ്ഞ ഓടി നടക്കുന്ന പരിപാടികളിൽ നിന്ന് ഗാന്ധിജിക്ക് അടങ്ങി ഒതുങ്ങിയിരുന്ന് ഈ ധ്യാനവും ഈ തപശ്ചര്യയിലേക്ക് ഗാന്ധിജി വല്ലാതെ അടുക്കുന്നുണ്ടായിരുന്നു. കാരണം വലിയൊരു പരിപാടി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാഞ്ചി പെരിയവരെ കാണാൻ പോയതാണ്. പക്ഷേ എന്നിട്ട് അവിടുന്ന് എണീക്കുന്നില്ല. അവിടുന്ന് പൊക്കി എണീപ്പിച്ച് ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരാൻ സി രാജഗോപാലാചാരി കുറേ പണിപ്പെട്ടിട്ടുണ്ട്. അപ്പോഴേ രാജഗോപാലാചാരിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് കോൺഗ്രസ്സിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഗാന്ധിജി നഷ്ടപ്പെടാൻ പോകുന്നു ഈ നിലയിൽ. കാരണം അദ്ദേഹം ഇതെല്ലാം വിഡ്രോ ചെയ്ത് കാരണം ഗാന്ധിജിയുടെ അവസാന കാലങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇവർ 2-3 വട്ടം കാണാനുള്ള
തൊട്ടടുത്ത് രമണാശ്രമത്തിന് തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു ഗാന്ധിജി. പക്ഷെ കാണുന്നത് തന്ത്രപൂർവ്വം മാറ്റിയത് CR ആയിരുന്നു എന്ന് പറയും. എന്തിനാന്ന് പറഞ്ഞാൽ രമണ മഹർഷിയെ കണ്ടാൽ ഉറപ്പാണ് പിന്നെ ഗാന്ധിജിയെ പിന്നെ തിരിച്ചു കിട്ടൂല എന്ന്. കാരണം മൂപ്പര് ആ വിരൂപാക്ഷ ഗുഹയിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കും. അങ്ങനെയുണ്ടല്ലോ ചിലരൊക്കെ ഈ വഴിയിലേക്ക് തിരിയുമ്പം വീട്ടുകാരും ഇവരൊക്കെ പിടിച്ച് വേഗം പെണ്ണ് കെട്ടിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇവനെ പിടിച്ചാൽ കിട്ടൂല എന്ന് പറയുക. അപ്പം ഈ ഒരു മാർഗം തപസ്സിൻ്റെ, ധ്യാനത്തിൻ്റെ, കൂടുതൽ കർമ്മങ്ങളൊന്നും ഇല്ലാത്ത ഈ വഴി സമൂഹത്തിൽ പലരും അത് തിരഞ്ഞെടുത്തത് കാണാം. അപ്പോൾ ഈ രണ്ട് മാർഗങ്ങളും എന്നാൽ പണ്ട് തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ജ്ഞാനയോഗേന സാങ്ക്യാനാം കർമ്മയോഗേന യോഗിനാം. അപ്പം കർമ്മം എന്താണ്? കർമ്മത്തെക്കുറിച്ച് ശങ്കര ഭഗവത്പാദർ പറയും, ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിത് കർമ്മ കോടിഭിഹി. കോടി കർമ്മം ചെയ്താലും സംഗതി നടക്കില്ല. പക്ഷെ കർമ്മങ്ങൾ എന്തിനുള്ളതാ? ചിത്തസ്യ ശുദ്ധയേ കർമ്മ, അന്ധക്കരണ ശുദ്ധിക്കുള്ളതാണ് കർമ്മം. നത് വസ്തുപലബ്ധയേ, ആത്മസാക്ഷാത്കാരത്തിനുള്ളതല്ല. വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിത് കർമ്മ കോടിഭിഹി. അത് കോടി കർമ്മം ചെയ്താലും കിട്ടില്ല. അത് ഉപനിഷത്തും വേദവും പറയും. ന കർമ്മണ ന പ്രജയാധനേന ത്യാഗേ നൈകേ അമൃതത്വമാനശുഃ പരേണ നാഗം നിഹിതം ഗുഹായാം വിഭ്രാജത്തെ യതയോ വിശന്തി വേദാന്തവിജ്ഞാന സുനിശ്ചിതാർത്ഥ സന്യാസയോഗാത് യതയ ശുദ്ധസത്വാഃ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃതാ പരിമുച്യന്തി സർവേ ന കർമ്മണ ന പ്രജയാ ധനേന. ന കർമ്മണ, കർമ്മം ചെയ്തതുകൊണ്ട് കിട്ടോ, ന പ്രജയ, സന്തതി പരമ്പരകൾ ഉണ്ടായതുകൊണ്ട്, ന ധനേന, കുറേ ധനം ഉണ്ടായതുകൊണ്ട്, ത്യാഗേന ഏകേ, ത്യാഗം കൊണ്ട് മാത്രം. എന്തിനെ? ഞാനെന്നും എൻ്റേതെന്നും. അപ്പം രണ്ട് മാർഗങ്ങൾ എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പം വളരെ സൂക്ഷിക്കേണ്ടതാണ് ഈ രണ്ട് മാർഗങ്ങൾ. വിദ്യാമാർഗവും അവിദ്യാമാർഗവും എന്ന് പറഞ്ഞു. ഭഗവത്പാദർ ഭാഷ്യത്തിൽ നന്നായി പറയുന്നുണ്ട്. ഇപ്പം നമുക്കൊരു 20 പടി കയറണം ഒരിടത്തെത്താൻ. ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഒരു ടെറസിലേക്ക് എത്തുന്നതിന് 20 പടി നമ്മൾ കയറണം. താഴെ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഈ 20 പടിയും അവിദ്യയാണ്, വിദ്യയാണ്, ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ 10 പടി കയറി. ഇനി മുകളിലേക്കുള്ളത് എത്രയാണ്? 10 പടിയേ ഉള്ളൂ. അത് വിദ്യാമാർഗം തന്നെയാണ്. പിറകിലേക്കുള്ളതോ 10 പടി നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഒരേ സമയം മാർഗം മുന്നിലേക്ക് പോകുന്നതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഇതുപോലെ കർമ്മങ്ങൾ ചിത്തത്തിൻ്റെ ശുദ്ധിക്ക് പര്യാപ്തമാണ്. അത് വസ്തുപലബ്ധയെ. അതുകൊണ്ട് കർമ്മങ്ങൾ ഉപേക്ഷിക്കലാണോ? അതും പാടില്ല. ഈശാവാസ്യത്തിൽ പറയും, കർമാണി കുർവന്നേവ ജിജീവിഷേത് ശതം സമാഹ. 100 വർഷം കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ തീരുമാനിക്കണം. ഏവം ത്വയി നാന്യതേ ദോസ്തി ന ലിപ്യതേ കർമ്മതേ ന ലിപ്യതേ. നിന്നിൽ കർമ്മം ലേപനം ചെയ്യിക്കില്ല. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഃ മാ ഘൃത കസ്യ സിദ്ധനം കുർവന്നേവേഹ കർമാണി ജിജീവിഷേത് ശതം സമാഹ. ഏവം ത്വയി നാന്യതേ തോസ്തി ന കർമ്മ ലിപ്യതേ നരേ ന കർമ്മ ലിപ്യതേ നരേ
നരനിൽ കർമ്മം ലേപനം ചെയ്യിക്കുന്നില്ല. എങ്ങനെയാണെങ്കിൽ ആ രഹസ്യം പിടികിട്ടിയിട്ടില്ല എങ്കിൽ. അപ്പം ഇത് രണ്ടും കേൾക്കുമ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എങ്കിലും അർജുനൻ അങ്ങനെ രണ്ടായി കണ്ടതുകൊണ്ട് അർജുനനെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ തുടങ്ങുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് കർമ്മയോഗം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ഭഗവാൻ പറയുന്നു, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. തുടർന്ന് ഭഗവാൻ പറയുന്നു, ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നജ സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. 3-ാം അധ്യായത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് എല്ലാം തന്നെ. ഈ 3-ാം അധ്യായത്തിലെ മുഴുവൻ സകല ശ്ലോകങ്ങളും ഇവൻ അർജുനൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. വീണ്ടും അർജുനൻ്റെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നു, ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നച സന്യസനാദ് ഏവ സിദ്ധിം സമധിഗച്ഛതി. അർജുന, ഞാൻ 2 മാർഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നീ ശ്രദ്ധിക്കേണ്ടത് കർമ്മണാം അനാരംഭാത്. കർമ്മങ്ങൾ, നിശ്ചിത കർമ്മങ്ങൾ, നിഹിതങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ അനാരംഭാത് ചെയ്യാതെ ഇരുന്നതുകൊണ്ട്, കർമ്മങ്ങൾ ചെയ്യാതിരുന്നതുകൊണ്ട് നൈഷ്കർമ്മ്യം പുരുഷ ന അശ്നുതേ. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിഷ്കാമമായിട്ടുള്ള, മഹാത്മജി ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകിയിരിക്കുന്നതിനിട്ട പേര് തന്നെ അനാസക്തി യോഗം എന്നാണ്. നൈഷ്കർമ്മ്യത്തിൻ്റെ മറ്റൊരു പേരാണ് അനാസക്തി. അപ്പം കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് ഈ പറഞ്ഞ നൈഷ്കർമ്മ്യം ആകുന്ന അവസ്ഥ, അനാസക്തി യോഗം, ബ്രഹ്മനിഷ്ഠ, ബ്രാഹ്മി സ്ഥിതി നേരത്തെ പറഞ്ഞ് അത് സാധിക്കുമോ? ന അശ്നുതേ, നടക്കൂല മോനെ. നീ കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് നടക്കില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതാണ് പലരും ഇത് തെറ്റിദ്ധരിച്ച് കർമ്മങ്ങളൊക്കെ ബന്ധനാണ്, അതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യില്ല. ഇത് വളരെ വളരെ സൂക്ഷ്മ. കാരണം ഇത് ഭഗവാൻ തന്നെ പറയാൻ പോകുന്നുണ്ട് മുന്നിലേക്ക്. കർമ്മണോ ഗതി ഗഹനഃ കവയോപ്യത്ര മോഹിതാഃ ഒക്കെ പറയുന്നുണ്ട്. ഈ അധ്യായത്തിൽ വരുന്നതാണ്. കർമ്മസംബന്ധമായ എല്ലാ കുടുക്കുകളും അഴിക്കുന്നത് ഇവിടെയാണ്. ഭഗവാൻ മഹാഭാരതത്തിൽ പറയുന്നുണ്ടല്ലോ, കർത്തും അകർത്തും അന്യഥാകർത്തും അഹമേവ ശക്യാർജുന. ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ച് ചെയ്യാനുമുള്ള ഭഗവാന്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് നമുക്ക് തരുന്നത്. ഇപ്പം കർമ്മണാം അനാരംഭാത്, കർമ്മം ചെയ്യാതിരിക്കുക എന്നതുകൊണ്ട് നൈഷ്കർമ്മ്യം ന അശ്നുതേ, നിഷ്കാമ അവസ്ഥയെ അതിനെ നീ പ്രാപിക്കില്ല. ഒരുവൻ അങ്ങനെ കരുതുന്നുവെങ്കിൽ അത് നടപ്പില്ല. എന്തുകൊണ്ടെന്നാൽ സന്യസനാത് സിദ്ധിം. മൂപ്പര് പറഞ്ഞിരുന്നു നേരത്തെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ എന്താണ് ഭിക്ഷാടനം എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവനെവിടെയാണ് ഭിക്ഷാടനം എടുക്കുന്നത്? ബെസ്റ്റ്. ഈ അർജുനൻ ഭിക്ഷയ്ക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ആരെങ്കിലും ഭിക്ഷ ചോദിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പം മൂപ്പര് കൈ കിട്ടിയത് എടുത്ത് തല്ലും. അതുകൊണ്ട് ഇവൻ്റെ ഗുണം എന്താണ് എന്നുള്ളത് ഭഗവാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മളെക്കുറിച്ചൊന്ന് നന്നായി അറിയുന്നത് നല്ലതാണ്. എന്തായാലും നൈഷ്കർമ്മ്യം ന അശ്നുതേ, നീ അത്
അത് കൈവരിക്കാൻ നിനക്ക് സാധ്യമല്ല. അർജുനൻ നമ്മുടെ എന്താ പറയുക, സിമ്പലാണ്, പ്രതിനിധിയാണ്, നമ്മുടെയൊക്കെ പ്രതിനിധിയാണ്. നമ്മൾ അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചാൽ എത്രയോ ആളുകളുണ്ടല്ലോ, നമുക്കറിയാം. സർവീസിൽ ഇരിക്കുമ്പോണ്ടല്ലോ റിട്ടയർ ആവാൻ 6 മാസമോ 1 വർഷമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർ ആശ്രമത്തിലൊക്കെ വന്ന് നമ്മളോടൊക്കെ പറയാറുണ്ട്, സ്വാമി അടുത്ത ഇയർ എൻഡിങ്ങിന് മുമ്പായിട്ട് റിട്ടയർമെൻ്റാണ്, പിന്നെ ഞാൻ ഫ്രീ ആണ് കേട്ടോ, സ്വാമി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, പിന്നെ എനിക്ക് കുറേ യാത്രകളൊക്കെ ചെയ്യണം, സ്വാമിയുടെ കൂടെ യാത്രകളിലൊക്കെ വരണം എന്നുണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട് സ്വാമി, ഹിമാലയം, കൈലാസം ഒക്കെ പോകണം, അമ്മയും കൊണ്ടുപോകണം, പ്രായമായ അമ്മയുണ്ട്, മൂപ്പരേ റിട്ടയറായിട്ടുണ്ട്, റിട്ടയറായി. എന്താണ് ഇപ്പോൾ, പണ്ട് ഓഫീസിലിരിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ മറ്റ് അധികം പരിപാടികളൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞു പോയ വിദ്വാനെ 2 മാസം കഴിഞ്ഞ് കണ്ടപ്പോൾ ചോദിച്ചവും പറയുകയാണ്, എൻ്റെ സ്വാമി ഇതിലും നല്ലത് റിട്ടയർ ആവാത്തതായിരുന്നു. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് എവിടെയോ 5 സെൻറ്റ് സ്ഥലം മേടിച്ചു വീട് വയ്ക്കാൻ തുടങ്ങി, പിന്നെ ചിട്ടി കമ്പനി, സ്വന്തമായിട്ടൊരു ചിട്ടി കമ്പനി, പിന്നെ അപ്പുറത്ത് മകളുടെ വീട്, അതിൻ്റെ മേൽനോട്ടം. ചുരുക്കി പറഞ്ഞാൽ ഈ റിട്ടയർമെൻറ്റ് അസോസിയേഷൻ്റെ അതിലെ പഴയ ഈ റിട്ടയേർഡ് ആളുകളുടെ ഭാരവാഹി, അവിടെയുള്ള കോളനിയുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, പിന്നെ ഏതൊക്കെയോ ചില വായനശാല. ചുരുക്കി പറഞ്ഞാൽ മൂപ്പരിപ്പം പണ്ടത്തെ പോലെയല്ല, പഴയതിനേക്കാൾ. എന്നിട്ട് നമുക്കൊരു ഉപദേശം, അങ്ങനെയാണ് സ്വാമിയാണല്ലോ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. സ്വാമി പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഉണ്ടല്ലോ, സ്വാമിയുടെ ആ ഈശാവാസ്യം ഞാൻ കേട്ടിട്ടുണ്ട്, അതിൽ സ്വാമി പറഞ്ഞിട്ടുണ്ട്, കർമാണി കുറുവന്നേവ ജിജീവിഷേ ശതം സമാഹ, കുറ്റം നമുക്ക് എന്നിട്ട് വീണ്ടും 100 വർഷം ജീവിക്കാൻ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് കർമ്മം ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നു. അങ്ങനെ അതിലിരട്ടി ഇരട്ടി ഇരട്ടി വരും. അതുകൊണ്ട് അർജുന, അങ്ങനെ നീ തീരുമാനിച്ച് നീ സന്യസിച്ചാൽ, സന്യസനാത് ഏവ സിദ്ധിം ന സമധിഗച്ഛതി, അങ്ങനെയുള്ള ബാഹ്യമായ കർമ്മങ്ങളുടെ ഉപേക്ഷയല്ല മോനെ സന്യാസം. ഇതാണ് ബുദ്ധൻ്റെ യശോദരയെയും രാഹുലനെയും പുത്രനെയും ഉപേക്ഷിച്ചു പോയ ബുദ്ധനെ കൊണ്ട് വീണ്ടും ബിംബിസാറിൻ്റെ കൊട്ടാരത്തിലേക്ക് ഭിക്ഷയെടുക്കാൻ വന്ന ബുദ്ധനെ കൊണ്ട് കവി ചോദിച്ചത്, യശോദര ചോദിക്കുന്നത്, ഈ കൊട്ടാരത്തിൽ, അങ്ങയുടെ ഈ കൊട്ടാരത്തിൽ എന്നോടൊപ്പം അങ്ങയുടെ പുത്രനോടൊപ്പം ഇവിടെ ഇരുന്നു കൊണ്ട് അങ്ങ് കണ്ടെത്തിയ സത്യം കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നോ? അങ്ങയുടെ പുത്രനും ഞാനും ഈ രാജ്യവും ഈ കൊട്ടാരവും ഒക്കെ ആ സത്യം കണ്ടെത്തുന്നതിന് തടസ്സങ്ങളായിരുന്നുവോ? ബുദ്ധൻ മൗനം പൂണ്ടുന്ന ചോദ്യം ശരിക്കും അങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കവി ഭാവന ഇരിക്കട്ടെ. അങ്ങനെ ഒരു ചോദ്യം, അതുകൊണ്ട് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട് ഭാര്യയെ ഉപേക്ഷിച്ച് വീട് ഉപേക്ഷിച്ചൊക്കെ പോയാൽ മാത്രമേ ഇത് കരഗതമാക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ അതാണ് ഈ കൃഷ്ണൻ്റെ മാർഗവും ബുദ്ധൻ്റെ മാർഗവും തമ്മിലുള്ള വ്യത്യാസം. അത് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. നിങ്ങൾ ഏതിനെങ്കിലും ഉപേക്ഷിച്ചത് കൊണ്ടോ വേറെ ഏതെങ്കിലും സ്വീകരിച്ചത് കൊണ്ടോ അങ്ങനെ കിട്ടുന്ന ഒരു പരിപാടിയല്ല ഇത്. ഇതൊരു മനസ്സിലാക്കലാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്.
അപ്പോൾ ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നജ സന്യസനാദേവ സിദ്ധിം സമതിഗച്ഛതി. ഇത് രാമകൃഷ്ണദേവൻ പറയുന്ന ഒരു സറണ്ടറിങ് ഉണ്ട് ഇതിൽ. രാമകൃഷ്ണദേവൻ പറയും ഈ വല വീശാൻ പോണ മുക്കുവനുണ്ട്. ഈ മുക്കുവൻ കുറച്ച് വെള്ളത്തിലിറങ്ങി തോണി പോയി വീശുന്ന ആളല്ല. വെള്ളത്തിൽ നമ്മൾ ഈ കുളത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ വലിയ പാടത്തൊക്കെ വീശുന്ന അതുപോലെയുള്ള. അപ്പോൾ ഇയാൾ ഈ കുറച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് വല വീശുക. അപ്പോൾ വിവേകികളായ മത്സ്യങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കാലിൻ്റെ ചോട്ടിൽ പരിസരത്തൊക്കെ വന്ന് നിൽക്കും. കാരണം എന്താ, മൂപ്പരുടെ കാലിൻ്റെ ചോട്ടിൽ വലയൊന്നും ഇടൂല, ദൂരേക്കാണ് വല ഇടുക. ദൂരേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നവന്മാരൊക്കെ മൂപ്പരുടെ വലയ്ക്കകത്താവും. രാമകൃഷ്ണദേവൻ പറയുന്ന അതിമനോഹരമായ ഒരു ദൃഷ്ടാന്തം പറയുന്ന, ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതരാവുക. മുക്കുവനെ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മൂപ്പരിട്ട വലയിൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ മൂപ്പരുടെ കാൽച്ചുവട്ടിൽ പോയി ഇരിക്കുക. അപ്പോൾ മൂപ്പരുടെ വലയിൽപ്പെടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സറണ്ടറിങ് ഉണ്ട്. എവിടെയാണ് ഈ സറണ്ടർ ആവുന്നത്? അന്തവും കുന്തവും ഇല്ലാത്ത എവിടെയല്ല, വിവേകമാണ്. നമ്മളിവിടെ നമ്മുടെ ബുദ്ധിയെ ഭഗവാൻ പറയും ബുദ്ധൗ ശരണമന്വിച്ച. മുമ്പ് പറഞ്ഞു 2-ാം അധ്യായത്തിൽ ബുദ്ധിയെ ശരണം ഗമിക്കണം, ഇത് മനസ്സിലാക്കണം. ഈ അറിവിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അറിവിൽ അമർന്നാൽ കാര്യം പിടികിട്ടും. അതുകൊണ്ട് സന്യസനാത്, ബാഹ്യമായ സന്യാസം കൊണ്ട് നീ പറഞ്ഞ് ആ പണ്ട് അർജുനൻ ഇതുപോലെ സന്യാസിയായ ആളുമാണ്. എന്തിനായിരുന്നു അർജുനൻ സന്യാസിയായതെന്നൊക്കെ നമുക്കറിയാലോ, അടിച്ചു മാറ്റാൻ. അപ്പം സന്യസനാദേവ സിദ്ധിം സമതിഗച്ഛതി. സന്യസനാദേവ സിദ്ധിം ന സമതിഗച്ഛതി. സാധിക്കില്ല മോനെ. ഭഗവാൻ അതിഗംഭീരമായ കർമ്മയോഗ രഹസ്യം, കർമ്മത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നു. നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യദേഹ്യവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. അർജുന, നീയെന്നല്ല ഈ വിശ്വത്തിൽ ഒരുത്തനും, ഈ പ്രപഞ്ചത്തിലെ ഒരു ഘടകവും നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ടതി അകർമ്മകൃത്. അകർമ്മകൃത്, കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്നൊരവസ്ഥ. എൻ്റെ പൊന്നുമോനെ, ഈ ലോകത്തിൽ പ്രപഞ്ചത്തിലെ ഒരു ഘടകത്തിനും അത് സാധ്യമല്ല. നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ടതി അകർമ്മകൃത്. കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. കാര്യദേഹി അവശരായി കർമ്മം ചെയ്യും. പ്രപഞ്ചത്തിലെ ഓരോന്നും. അപ്പം എന്താ ഈ കർമ്മം എന്ന് പറഞ്ഞാൽ? കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനം എന്നാണ്. കേട്ടിട്ടില്ലേ പാട്ട്? ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ ടാടാടം ചലനം ചലനം ചലനം. അതെ, ചലനത്തെയാണ് കർമ്മം എന്ന് പറയുക. സയൻസാണ്. അതെ, ആചാര്യന്മാർ കർമ്മത്തെ 5 വിധത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. കർമ്മ പഞ്ചവിധം ബുധാഹ ജ്ഞാനികൾ കർമ്മത്തെ 5ആയി പറഞ്ഞിരിക്കുന്നു.
ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം ച പ്രസാരണം ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മ പഞ്ചവിധം ബുധാഹ. ഉത്ക്ഷേപണം ഉയർത്തുക, മുൻപ് ഇതിനെ സാമാന്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കും. ഉയർത്തുക, ലിഫ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ JCB വെച്ചിട്ടോ എന്തായാലും വേണ്ടില്ല. ഉത്ക്ഷേപണം. അവക്ഷേപോ താഴ്ത്തുക, കുഴിക്കുക, ഡ്രില്ല് ചെയ്യുക, ബോർ ചെയ്യുക. ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം പോക്ക്, പ്രസാരണം വലിച്ചു നീട്ടുക, ആകുഞ്ചനം ചുരുക്കുക. ഈ തിയറി അവതരിപ്പിച്ചത് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൻ്റെ മാനസോല്ലാസം വാർത്തിക രചിച്ചിട്ടുള്ള സുരേശ്വരാചാര്യർ പറയുന്നു. സുരേശ്വരാചാര്യർ ഇത് കോട്ട് ചെയ്യുമ്പോൾ കവയഹ വദന്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് തന്നെ ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഋഷിമാർ എന്ന്. അപ്പോൾ ഈ ഉയർത്തലും താഴ്ത്തലും വലിക്കലും ചുരുക്കലും നടക്കലും ഇത്രയേ ഉള്ളൂ കർമ്മം എന്നാണ്. ഏത് കർമ്മവും ഈ 5 പ്രകാരത്തിലുള്ള പ്രക്രിയയിൽ പെടുത്താൻ പറ്റും. അത് ഏത് മിഷണറി ചെയ്താലും നമ്മൾ ചെയ്താലും. ഇതുകൊണ്ട് സാധിക്കാവുന്നതുണ്ട്. എന്താണ്? ഉത്പാദ്യം 1, വികാര്യം 2, സംസ്കാര്യം 3, പ്രാപ്യം 4. ഉത്പാദിപ്പിക്കുക, മാനുഫാക്ചറിങ്, പലതും ഉത്പാദിപ്പിക്കാം. വികാര്യം, ഇതിനെ വികാരപ്പെടുത്താം എന്ന് പറഞ്ഞാൽ പരിണമിപ്പിക്കാം. ഡയറി പ്രോഡക്റ്റുകളൊക്കെ പാലിനെ പരിണമിപ്പിച്ചിട്ടുള്ളതാണ്. ചീസ്, അത് ഇത്, വെണ്ണ, നെയ്യ്, മോര്, തൈര്, ഇങ്ങനെ ഓരോന്നിലും ഉണ്ടല്ലോ അതിൻ്റെ പരിണമിപ്പിച്ച് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നു. സോയാബീന്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഉത്പാദ്യം, വികാര്യം, സംസ്കാര്യം, സംസ്കരിക്കാം, റിഫൈൻഡ് ചെയ്തെടുക്കാം. സ്വർണം, പെട്രോൾ, ആ പെട്രോളിൻ്റെ തന്നെ വൈറ്റ് പെട്രോള്, ഗ്യാസ് സംസ്കാര്യമാണ്. പിന്നെയോ പ്രാപ്യം, നമുക്കൊരു സ്ഥലത്ത് നിന്ന് നടന്ന് വേറൊരു സ്ഥലത്തൊക്കെ എത്താം. ഇത്രയും കാര്യങ്ങൾ അതുകൊണ്ട് സാധ്യമാണ്. അപ്പം ഇത് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത്? നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടതി അകർമ്മകൃത് കാര്യതേ ഹ്യവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. പ്രകൃതി ജൈഹി ഗുണൈഹി, പ്രകൃതി ഗുണത്തിനനുസൃതമായി. എന്താ പ്രകൃതി ഗുണങ്ങൾ? സത്വം, രജസ്, തമസ്. ഈ സത്വരജോ തമോ ഗുണങ്ങളുടെ സ്വാധീനത്താൽ പ്രപഞ്ചത്തിലെ സർവവും സദാസമയം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല സയൻസാണ്. ഇവന്മാരൊക്കെ ഈ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്, കോർക്ക്, സ്ട്രിങ്സ്, ഈ പറഞ്ഞ സൂക്ഷ്മമായ കണങ്ങളും അതിൻ്റെ പിറകിലുള്ള സബാറ്റമിക് പാർട്ടിക്കിൾസും ഒക്കെ വെറുതെ ഇരിക്കുകയാണോ? അല്ല, ഇവന്മാരൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുക. വേദാന്തത്തിൽ ഒരു അലാദ പ്രകരണം എന്ന് പറയുന്ന ഒന്നുണ്ട്, തീക്കൊള്ളി പ്രകരണം. തീക്കൊള്ളിയാണത്. ഈ കമ്പിത്തിരി വെച്ച് ഇങ്ങനെ ഇങ്ങനെ ശക്തിയിൽ കറക്കി കഴിഞ്ഞാൽ ഒരു വൃത്തം നമ്മൾ കാണും. ഈ കറക്കൽ അത് വെച്ച് അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ നല്ല നല്ല ഉദാഹരണങ്ങളൊക്കെ വരും. എങ്ങനെയാണോ ധർമ്മം പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ഇരുമ്പ് കഷ്ണത്തെ അഗ്നിയിലിട്ട് പഴുപ്പിച്ചെടുക്കുമ്പോൾ അതിൽ ഇരുമ്പിനെ നമുക്ക് കാണില്ല, പിന്നെ അഗ്നി മാത്രമാണ്. അപ്പോൾ ആ ഇരുമ്പിൻ്റെ ധർമ്മം അഗ്നി സ്വീകരിക്കുകയും അഗ്നിയുടെ ധർമ്മം പരസ്പരം ഇവർ രണ്ടുപേരും ധർമ്മം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള വളരെ ശാസ്ത്രീയമായ ഒരു രീതി, അവരുടെ ഒരു രീതി. അപ്പം ഇതും അങ്ങനെയൊരു ശാസ്ത്രീയമായ ഒരു നിലപാട് പറയുകയാണ്. ഇത് സ്വീകാര്യമാണ്. നമ്മൾ സയൻസ് പഠിക്കുന്നവർക്ക്, പഠിച്ചിട്ടുള്ളവർക്ക്
ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ വെറുതെ ഇരിക്കുന്നില്ല. ഈ ഒരു പെൻസിൽ നമ്മളിങ്ങനെ വെറുതെ ഇവിടെ വെച്ച് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഇത് ചലനമില്ലാത്തതാണോ എന്ന് നമ്മളിങ്ങനെ ഇളക്കുന്നതല്ല. അല്ലാതെ ഇത് നിശ്ചലമായി നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിലെന്തുണ്ട്? ചലനമുണ്ട്. അതിനകത്തൊരുപാട് ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഭൂമി നമുക്ക് നിശ്ചലമാണെന്ന് തോന്നുമെങ്കിലും ഇവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കറക്കാണ്, സർവത്ര കറക്കമാണ്. നമ്മൾ ഓരോരുത്തരെ കറക്കുന്നതും നമ്മളെ മറ്റുള്ളവർ കറക്കുന്നതും കൂടാതെ ഇതൊരു മൊത്തത്തിലൊരു കറക്ക് കമ്പനിയാണ് അർജുന. ഈ കറക്ക് കമ്പനിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്വം, ഈ കറക്ക് കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ ഞാനാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും സംഭാഷണവും മുഖ്യ അഭിനേതാവും ഹീറോയും വില്ലനും ഒക്കെ ഞാനാ. എന്താണ്? നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ടത്യകർമ്മകൃത് ഹി കശ്ചിത് ജാതു. ഒന്നെങ്കിലും ഒരുവനെങ്കിലും ഏതെങ്കിലും ഒരു ഘടകം, ഗംഭീരമായിട്ടുള്ള ഒരു പറച്ചില, ഈ ദുനിയാവിൽ ഏതെങ്കിലും ഒരു ഘടകം, കശ്ചിത് ജാതു ക്ഷണമപി, ഒരു ക്ഷണനേരമെങ്കിലും അകർമ്മകൃത് കർമ്മമില്ലാത്തൊരവസ്ഥ ഇല്ല. എന്തുകൊണ്ടെന്നാൽ കാര്യദേഹി അവശ, വേറെ ഓപ്ഷൻ ഇല്ല. അവശനായിട്ട് ഇവനെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. ഭീഷാസ്മാത് വാദപ്പവതേ, പേടിച്ചിട്ടാണ് കാറ്റ് പ്രവർത്തിക്കുന്നത്. ഭീഷോദേതി സൂര്യ, സൂര്യനും അതെ പേടിച്ചിട്ടാണ്. ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യു ധാവത പഞ്ചമ ഇതി. അഞ്ചാമനായ മൃത്യു ഓടിക്കൊണ്ട് പണിയെടുക്കുന്നത് എന്നെ പേടിച്ചിട്ടാണ് അർജുന. എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനം, ഒരു ഘടകം. ആ സംവിധാനം എല്ലാറ്റിനെയും അയ്യപ്പ പണിക്കർ ചോദിച്ചതുപോലെ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ. ഞാൻ നിസ്സഹായനാ, ഞാൻ പൂക്കൂല എന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. നഹി കശ്ചിത് ക്ഷണം അപി ജാതു തിഷ്ടതി അകർമ്മകൃത് ഹി, എന്തെന്നാൽ കാര്യതേ അവശ. ആ പ്രയോഗം തന്നെ നോക്കുന്നു, അവശ. എന്ത്? പ്രകൃതിജൈഹി ഗുണൈഹി, പ്രകൃതിജങ്ങളായ, പ്രകൃതിയിൽ നിന്ന് ജന്യമായ സത്വം രജസ് തമസ്, ഈ ഗുണങ്ങളുടെ സ്വാധീനം കൊണ്ട് കർമ്മങ്ങൾ നടക്കുന്നു. നമ്മളിപ്പോൾ മിണ്ടാതിരുന്നാൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? പ്രാണൻ പ്രവർത്തിക്കും, ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിൽ വലിയൊരു ഫാക്ടറി പോയതുപോലെയാണ്. മോട്ടോർ പമ്പ് ചെയ്ത് എന്താ പറയുക, വെള്ളം അടിക്കുന്നതും ഓയിൽ പോകുന്നതും എന്ന പോലെ എന്തൊക്കെ എത്രയൊക്കെ ഞരമ്പുകളാണ് അതിസൂക്ഷ്മമായിട്ടുള്ളത്. ഇവന്മാരുടെ ഉള്ളിൽ കൂടെയൊക്കെ പലതും കയറി ഇറങ്ങുന്നില്ലേ? പുറന്തള്ളലുണ്ട്, ഡ്രൈനേജ് സംവിധാനമുണ്ട്. ഒരേ സമയം വലിയൊരു ഫാക്ടറിയാണിത്. എന്തെന്ത് പ്രവർത്തനങ്ങളാണ്. എന്നിട്ടും ആ ഫാക്ടറി ഇത്ര കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഫാക്ടറിയിൽ നമ്മളെന്തൊക്കെ ഏടാകൂടം ചെയ്യുന്നുണ്ട് അറിയോ? നമ്മൾ ഈ പുറമേ നിന്ന് ശ്വസിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ എന്താ പറയുക, ചെറിയ ചെറിയ ഓരോ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ ഫിൽട്ടർ ചെയ്യുന്ന നമ്മുടെ ഈ വാഹനത്തിലൊക്കെ ഉള്ള ഓയിൽ ഫിൽട്ടർ, എയർ ഫിൽട്ടറുകളൊക്കെ ഉണ്ട്. നമ്മുടെ എല്ലാറ്റിനും നമ്മൾ ഫിറ്റ് ചെയ്യുന്ന AC-ക്കും ഒക്കെ ഫിൽട്ടർ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ മാസ്കൊക്കെ ഇടുന്നത് ഇതിനെയൊക്കെ ആക്കാനാണ്. അപ്പോൾ ഇതിലൊരു ഇൻബിൽട്ട് മാസ്കിംഗ് സംവിധാനം ഉണ്ട്. നമ്മുടെ രോമകൂപങ്ങളൊക്കെ, മൂക്കിനകത്ത് തലങ്ങും വിലങ്ങുമായിട്ട് രോമങ്ങളുണ്ട്, അതൊരു ഫിൽട്ടറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ലിക്വിഡ് ഫോം ചെയ്യുന്നുണ്ട്, അവിടെ പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്താ പറയുക മുകളിലേക്ക് എത്തുന്നതേ.
നമ്മളീ പുറത്ത് പൊടിപടലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സൃഷ്ടാവിന് തന്നെ അറിയാം. എന്നിട്ടാണ് അതിനെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ പൊടിയെടുത്ത് ഇങ്ങനെ ഉള്ളിൽ വെച്ച് അടിക്കണമെങ്കിൽ നമ്മളൊക്കെ അടി കിട്ടണ്ടേ അല്ലേ? നോക്കണേ, ഈ പൊടി കയറാതിരിക്കാനുള്ള മൂക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരിക്കെ ഇത് വെച്ച് ഉള്ളിലേക്ക് വെച്ച് ഒന്ന് അടിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഒരു കർമ്മവും ഇല്ല എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴും എന്തൊക്കെ കർമ്മങ്ങൾ നടക്കുന്നു. ഭഗവാൻ പറയുന്നു, ഈ ദുനിയാവിൽ മോനെ അർജുന, ചലനമില്ലാത്ത കർമ്മമില്ലാത്തൊരു നിമിഷം ഒരിടത്തുമില്ല. മരിച്ച മൃതശരീരത്തിൽ പോലും കർമ്മങ്ങളാണ്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾ. ജീവജാലങ്ങൾ ജനിക്കുന്നു, പുഴു ജനിക്കുന്നു, ആരും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പണി തുടങ്ങും, ഉടനെ പണി തുടങ്ങും. ആ സംവിധാനമൊക്കെ ഉണ്ട്. ഒരു മൃതശരീരം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വായു കയറും, അതിൽ പ്രത്യേകതരം പ്രകൃതി പുറത്തൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വന്ന് ചില സാധനങ്ങൾ അവിടെ മുട്ടയിടും, അത് പെരുകും, പെട്ടെന്ന് തന്നെ അത് തന്നെ ശവം തിന്നാൻ തുടങ്ങും, അവസാനം അതും ചാവും, എല്ലാം പോയി. പിന്നെ കുറച്ച് വെള്ളമുള്ളതൊക്കെ അഞ്ച് അഴിക്കാവും, പഞ്ചത്വം പ്രാപിക്കുക എന്ന് പറയും. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഒക്കെ സമഷ്ടിയിൽ ലയിക്കും. കർമ്മമാണ് നിരന്തരം. ആദ്യം മോനെ നീ അത് മനസ്സിലാക്കുക, ഈ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കുക. ഈ എടുക്കുക, കൊടുക്കുക, പിടിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇനിയും പറഞ്ഞു തരും, ഇപ്പം നിനക്ക് ഇത്ര മതി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.